നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതും അഴകുള്ളതാക്കുന്നതും സമാധാനപൂർണമാക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കുടുംബം എന്ന് പറഞ്ഞാൽ. ആ കുടുംബങ്ങൾ സ്വസ്ഥതയുടെ കേന്ദ്രമായി മാറണം. മസ്കൻ എന്ന് അറബിയിൽ ഭവനത്തിന് പറയുന്ന ഏറ്റവും മനോഹരമായ പദമാണ്. വീടിന് ഒരുപാട് പേരുകൾ അറബിയിലുണ്ട്. സുക്കൂന് കിട്ടുന്ന സ്ഥലം എന്നാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന, നമ്മുടെ മനസ്സിന് ആശ്വാസം പകരുന്ന സമാധാനത്തിൻ്റെ കേന്ദ്രമായിരിക്കണം ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ. കേരളത്തിലെ മുസ്ലിങ്ങൾ സാമ്പത്തിക രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ മുസ്ലിങ്ങൾ. നമ്മൾ താമസിക്കുന്ന ഭവനവും നമ്മളുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളും നമ്മൾ സഞ്ചരിക്കുന്ന വീടും നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ചികിത്സ തേടി എത്തുന്ന ചികിത്സാ കേന്ദ്രങ്ങളുമൊക്കെ പലതും യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ പേമാരിയിൽ കുളിച്ചു നിൽക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മുസ്ലിം കുടുംബങ്ങളിൽ പോലും ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ മുഴുവൻ സൗന്ദര്യവും ജീവിതത്തിൻ്റെ ആസ്വാദനവും സമാധാനവും ഉൾച്ചേർന്ന് നിൽക്കുന്ന ഈ കുടുംബമെന്ന സ്ഥാപനം സ്വസ്ഥമായി സമാധാനപൂർണമായി തിരമാലകളില്ലാത്ത അലമാലകളില്ലാത്ത ഒരു സമുദ്രത്തിലൂടെ ഒരു നൗക സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത് പോലെ അങ്ങനെ മുന്നോട്ട് പോകണം. അതിനെന്തുണ്ട് പരിഹാരമെന്നത്? അത് കാലം ചോദിക്കുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യമായി അതിൻ്റെ പരിഹാരം അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കുടുംബ സംഗമങ്ങളും സൗഹൃദമുറ്റങ്ങളുമൊക്കെ സംഘടിപ്പിച്ചു എന്നത് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ഫ്രെയിമിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ്. കുടുംബത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ തുടക്കമെന്ന് പറയുന്നത് പരിചയമില്ലാത്ത രണ്ടാളുകൾ ഒന്നായി മാറുമ്പോഴാണ് അത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ. അത് 95% അങ്ങനെ ആയിരിക്കും. വിവാഹിതരാകാൻ പോകുന്ന ആളുകൾ ഒരുപക്ഷെ നേരത്തെ കാണുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിരിക്കില്ല. വളരെ അപൂർവമായി മാത്രമേ ബന്ധുമിത്രാദികൾക്കിടയിൽ, കൂടെ പഠിച്ചവർക്കിടയിൽ, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപരിചയമുള്ളവർക്കിടയിൽ, അത് മാറ്റിവെച്ചാൽ ഒരിക്കലും പരിചയമില്ലാത്ത രണ്ടാളുകൾ ഒന്നായി മാറുന്ന ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രക്രിയയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. അതാണ് തുടക്കം. അവിടെ മുതൽ നാം പാലിക്കേണ്ടുന്ന ചില സാംസ്കാരികമായ, അതേപോലെ തന്നെ ആദർശപരമായ, മനുഷ്യത്വപരമായ, നമ്മുടെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ചേർന്ന് നിൽക്കുന്ന, മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കാത്ത ചില നിലപാടുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞു. എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ, വിവാഹിതരായവർ, വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ, ഇത് മതത്തിൻ്റെ ഭാഗമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്തായി നോക്കൂ. നിങ്ങൾ മറ്റുള്ള മതങ്ങളിലൊക്കെ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രത്യേകമായ പദവിയോ സ്ഥാനമോ പരിഗണനയോ ഒക്കെയുള്ള, ബ്രഹ്മചാരിയാവുക, അല്ലെങ്കിൽ സന്യാസിയാവുക, പരിത്യാഗിയാവുക, ക്രോണിക് ബാച്ചിലർ ആവുക, ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. കുടുംബജീവിതമാണ് ഇസ്ലാം നമ്മുടെ മതത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി പോലും പറഞ്ഞത്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. നിങ്ങൾക്ക് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരായേ പറ്റൂ. അത് ഫഖദ് ഇസ്തക്മല നിസ്ഫുദ്ദീൻ ഫല്യത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു. മതത്തിൻ്റെ പകുതിയാണ്, 1/3 എന്നൊക്കെ പറഞ്ഞു. ബാക്കി പകുതിയിൽ അവൻ അള്ളാഹുവെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവരയാളുടെ മതം പകുതി പൂർത്തിയാകണമെങ്കിൽ അയാൾ കുടുംബത്തിൻ്റെ ഭാഗമായി കുടുംബജീവിതം സ്വീകരിച്ചുകൊണ്ട് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, എന്താണ് ഈ ബാഅത്ത് എന്ന് പറഞ്ഞാൽ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ് വിവാഹം.
ഒരു യുവാവിനെ സംബന്ധിച്ച് തനിക്കൊരു പെൺകുട്ടിയെ പോറ്റുവാൻ കഴിയും, ബൗദ്ധികമായി, ശാരീരികമായി, ആരോഗ്യപരമായി ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കുവാൻ കഴിയുന്ന തികവെത്തിയാൽ അതാണ് ബഅത്ത് എന്ന് പറഞ്ഞാൽ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുവാനുള്ള ശാരീരികമായ വളർച്ചയെത്തി, തൻ്റെ ഇടമെത്തി, പക്വതയെത്തി എങ്കിൽ അതാണ് ബഅത്ത്. അങ്ങനെ വിവാഹപ്രായമായ ആളുകൾ ഒരുമിച്ച് ഒന്നായി മാറുമ്പോൾ ഒരു കുടുംബം രൂപം കൊള്ളുന്നു. അതാണ് ഭൂമിയിലെ മനുഷ്യർക്കിടയിലെ ഏറ്റവും മനോഹരമായ ഒരു രംഗം എന്ന് പറയാൻ കാരണം. അത് വളരെ ശക്തമായ ഒരു കരാറിലൂടെയാണ് ആ ബന്ധം ആരംഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇവിടെ ഖുർആൻ സൂചിപ്പിച്ചത് മീസാഖൻ ഖലീല എന്നാണ്. കുട്ടികളിയല്ല, തമാശയല്ല, താൽക്കാലികമായ ഏർപ്പാടല്ല, ശക്തമായ കരാറാണ്. ആരാ സാക്ഷി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പുരുഷൻ വലിയിൽ നിന്ന്, ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളിൽ നിന്ന് ഈ കരാറിൽ ഏർപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ സാക്ഷി അല്ലാഹുവാണ്. ആ വിവാഹം എങ്ങനെ നടക്കണമെന്നും അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇസ്ലാം നിയമപരമായി അത് വിശദീകരിച്ചു. ആണും പുരുഷനും സ്ത്രീയും തമ്മിൽ കാണുകയും അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്യണം. അതേപോലെ തന്നെ ആ വിവാഹം സാധുവാകുന്നതിന് വേണ്ടി വിവാഹ മൂല്യമുണ്ടായിരിക്കണം. അതേപോലെ തന്നെ വലിയുണ്ടായിരിക്കണം. ചുരുങ്ങിയത് 2 സാക്ഷികൾ വേണം എന്നൊക്കെ വിശദീകരിച്ചു. അങ്ങനെ വളരെ കൃത്യമായ നിയമസംഹിതയോടുകൂടി, നിയമാവലികളോടുകൂടി ഒരു കുടുംബം ആരംഭിക്കുകയാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഏറ്റവും മനോഹരമായ സൗഹൃദത്തിൻ്റെ ആഴമേറിയ ഇടമങ്ങൻ രൂപം കൊള്ളുകയാണ്. സൂറത്ത് റഅദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പും ധാരാളം ദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്, അവർക്ക് ഭാര്യമാരും മക്കളുണ്ടായിരുന്നു എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും, നൂഹ് നബി അലൈഹിസ്സലാമും കുടുംബവും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കുടുംബവും, മൂസാ നബിയെക്കുറിച്ച്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുടുംബജീവിതത്തിൻ്റെ മനോഹരമായ മാതൃക ഭർത്താവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ, അമ്മോശൻ എന്ന നിലയിൽ, മരുമകൻ എന്ന നിലയിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രാക്ടിക്കലാണെന്ന് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജീവിച്ച് മരിച്ചു പോവല്ലോ ചെയ്തത്. ഇതെല്ലാം പ്രായോഗികമാണ് എന്ന് കാണിച്ചു തരികയും അത് പ്രയോഗവൽക്കരിക്കുകയും അത് സഹാബികൾ സാക്ഷികളാവുകയും അങ്ങനെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ടുപിരിഞ്ഞത്. ആ കുടുംബജീവിതത്തിലും പ്രവാചകനിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. കൗൺസലിങ്, അതേപോലെ തന്നെ കുടുംബങ്ങളുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട പ്രത്യേകമായ സിറ്റിങ്ങുകൾ, മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ, ഡൈവേഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാമ്പത്തികമായ സുസ്ഥിതിയുണ്ടായിട്ടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വലിയ പ്രതിസന്ധികൾ, ഓടിക്കളിക്കാൻ കഴിയുന്ന റൂമും സൗകര്യങ്ങളും, മുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങളും, ബാങ്കിൽ ഇഷ്ടം പോലെ ഡെപ്പോസിറ്റും, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കുടുംബാന്തരീക്ഷത്തിൽ സമാധാനമില്ലെങ്കിൽ സഹോദരങ്ങളെ, ആ ജീവിതം പ്രയാസകരമായിരിക്കും. പുറമെ ആളുകളോട് ചിരിച്ചു കാണിക്കുകയും ഞങ്ങൾ വളരെ സൗഹൃദത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് എന്നൊക്കെ ബോധിപ്പിക്കുകയും ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച പരിഹാരങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഖുർആൻ 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞല്ലോ. സാധാരണയായി നമ്മൾ നിക്കാഹിൻ്റെ ഖുതുബകളിലൊക്കെ കേൾക്കുന്ന മവദ്ദത്ത് എന്ന് പറയുന്ന സ്നേഹവും പ്രേമവും അതിൻ്റെ ഭാഗമായി വരണം. റഹ്മത്ത് എന്ന് പറയുന്ന കാരുണ്യം അതിൻ്റെ ഭാഗമായി വരണം. ഇവ രണ്ടുമില്ലാത്ത കുടുംബങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇന്ന് നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഇതൊക്കെ പലപ്പോഴും വിനഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് നേരത്തെ മദനി സൂചിപ്പിച്ചതുപോലെ
വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും പ്രമാണങ്ങളായി സ്വീകരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ പരിഹാരങ്ങൾ ഇവയിലൊക്കെ തന്നെയുണ്ട്. അതിലേക്ക് നമ്മൾ മടങ്ങി വരികയും നമ്മുടെ സമൂഹത്തെ അതിലേക്ക് തിരിച്ചു വിളിക്കുകയും അവരെ ആ കാര്യങ്ങൾ തെര്യപ്പെടുത്തുകയും ചെയ്ത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ തന്നെ പ്രശ്നക്കാരായി മാറിയാലോ? സ്നേഹമാണ് സഹോദരങ്ങളെ കുടുംബമെന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനത്തെ, സ്നേഹമെന്ന് പറയുന്ന കാണാ ചരടിലാണ് മുത്തുമണികളെപ്പോലെ കോർത്തിണക്കിയിരിക്കുന്നതിൽ പിതാവുണ്ട്, മാതാവുണ്ട്, സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്, ചെറിയ മക്കളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, മരുമക്കളുണ്ട്, രക്തബന്ധുക്കളുണ്ട്. അതൊരു കാണാച്ചരടാണ്. ഇന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സ്നേഹരാഹിത്യമാണ്, പരിഗണനയില്ലായ്മയാണ്. എന്തുകൊണ്ട് ചെറുപ്പക്കാര് മയക്കുമരുന്നുകളിലേക്ക് പോകുന്നു? ഗവൺമെന്റും ഗവൺമെന്റേതര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും മതസംഘടനകളും പൊതുപ്രവർത്തകരുമെല്ലാം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി ഈ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്നത് മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, ആൺകുട്ടികൾ മാത്രമല്ല ഏതാണ്ട് അതേ ശതമാനത്തിൽ പെൺകുട്ടികളും ലഹരിയുടെ ലോകത്തേക്ക് വ്യാപകമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയും അതും സിന്തറ്റിക് ഡ്രഗുകൾ അവർ യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം കുടുംബങ്ങളിൽ നിന്നും അവർക്ക് കിട്ടേണ്ടുന്ന പരിഗണനയും സ്നേഹവും തലോടലും. സാധാരണ മനഃശാസ്ത്രത്തിൽ പറയുന്ന ടച്ച് ഹങ്കർ എന്ന് പറയുന്നൊരു ഹങ്കർ ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത് പോലെ നമ്മുടെ തലോടൽ അവരാഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ചേർത്തുപിടിക്കൽ അവരാഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഗുഡ് പാരൻസ് ആർ ഗുഡ് ലിസണേഴ്സ് എന്നാണ്. ഏറ്റവും നല്ല രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും നല്ല ശ്രോതാക്കളാണ്. മക്കളെ കേൾക്കുവാൻ തയ്യാറുള്ള, കുടുംബാംഗങ്ങളെ കേൾക്കുവാൻ തയ്യാറുള്ള, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് പറയാൻ അവസരം കൊടുക്കുന്ന രക്ഷിതാക്കളായി, അധ്യാപകരായി, മുതിർന്നവരായി, സഹോദരന്മാരായി, സഹോദരിമാരായി, വല്യപ്പമാരും വല്യമ്മമാരുമായി നമുക്ക് മാറുവാൻ സാധിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയും മയക്കുമരുന്ന് ലോകത്തേക്ക് പോകൂല. അവിഹിതമായ ബന്ധങ്ങൾ, പ്രേമങ്ങൾ, 17-18 വയസ്സ് വരെയൊക്കെ മാതാപിതാക്കളിൽ ആളിച്ചു വളർത്തിയ കുട്ടികൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസക്കാലമോ ഒക്കെയായി പരിചയമുള്ള ആളുകളുടെ കൂടെ വീട് വിട്ടിറങ്ങി പോവുകയാണ്. ഒളിച്ചോട്ടങ്ങൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. എന്തുകൊണ്ട് ആലോചിക്കണം? കുടുംബ കലഹങ്ങൾ നടക്കുന്നു, കുടുംബ ആത്മഹത്യകൾ നടക്കുന്നു. കുടുംബം ഒന്നായിട്ട് ആത്മഹത്യ ചെയ്യാം. അച്ഛനും അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? പലപ്പോഴും കാരണം കൺസ്യൂമറിസമാണ്. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ അമിതമായ ത്വരയാണ്. ഇനിയും വാരിക്കൂട്ടണം, ഇനിയും സമ്പാദിക്കണം, ഇനിയും ഒരുപാട് കാര്യങ്ങൾ സ്വായത്തമാക്കണം, മറ്റുള്ളവരെ പോലെയാകണം, അവനുള്ളതുപോലെയുള്ള വാഹനം വേണം, അവർക്കുള്ളതുപോലെയുള്ള ഭവനം വേണം, അവർക്കുള്ളതുപോലെയുള്ള ഉപകരണങ്ങൾ വേണം. എന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കൂല. അപ്പം ലോണൊക്കെ എടുത്ത്, കടം വാങ്ങി, പലിശക്കെടുത്ത്, കടം വന്ന് കയറി എത്രയെത്ര കുടുംബങ്ങളാണ് ഒരു തുള്ളി വിഷത്തിലോ ഒരു കഷ്ണം കയറിലോ എരിഞ്ഞടങ്ങുന്നത്. കുടുംബം ഒന്നായിട്ട് ആത്മഹത്യ ചെയ്യാം. ഇവിടെയും മതം പരിഹാരം പറയുന്നുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഖനാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം നമുക്കതിന് ഏറ്റവും വലിയ മാതൃകയാണ്. നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇനിയും തികയാതെ, തൃപ്തി വരാതെ, മനസ്സുകൊണ്ട് തൃപ്തി അടയാതെ കൂടുതൽ വാരിക്കൂട്ടുവാനുള്ള നെട്ടോട്ടത്തിൽ അങ്ങനെയാണ് ഈ കുടുംബത്തിൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നത്, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. മൂവാറ്റുപുഴയിൽ അഫൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമല്ല, സ്വന്തം മാതാവിനെയും താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ അനുജനെയും അതേപോലെ തന്നെ മൂത്തമ്മയെയും മൂത്താപ്പയെയും പ്രായം ചെന്ന വല്യമ്മയെയും നോക്കൂ നിങ്ങൾ. നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ഒരു വല്യമ്മയുണ്ടെങ്കിൽ അതിനോട് ആർക്കൊരു ഒരു വിദ്വേഷം ഉണ്ടാവുമല്ലോ. ആ വല്യമ്മയെപ്പോലും തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന മനോഗതിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, അതൊരു ചെറുപ്പക്കാരനല്ല, അഫാൻ 1000 ചെറുപ്പക്കാരുടെ പ്രതീകമാണ്. അപ്പൊ ഈ മയക്കുമരുന്നുകളുടെയും
അമിതമായ ആഗ്രഹങ്ങളുടെയും ഒക്കെ ലോകത്തേക്ക് നമ്മുടെ മക്കൾ എന്തുകൊണ്ട് വഴിമാറിപ്പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന നമ്മളെ കൊണ്ടെന്നെത്തിക്കുന്നത് ഈ മൂല്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നു എന്നതാണ്. വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഞാൻ പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുക. വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാനിപ്പോൾ വൃദ്ധസദനങ്ങളുടെ ഡാറ്റ ഇങ്ങനെ കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് എറണാകുളം ജില്ലയിലാണ്, ഏറ്റവും കുറച്ചുള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് മൈഗ്രേഷൻ കൂടിയ കാലഘട്ടമാണെന്ന്. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമൊക്കെ അവർ ജോലിയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലുമൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് കുടുംബസമേതം അവിടെ താമസിക്കുകയും മാതാപിതാക്കൾ ഇവിടെ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവരെ ഏതെങ്കിലുമൊക്കെ സുരക്ഷിതമായ ഒരു ഓൾഡ് ഏജ് ഹോം, നമ്മളതിന് കൊടുത്തിരിക്കുന്ന മനോഹരമായൊരു പേരാണ് വൃദ്ധസദനം. അവിടെ പോയി കഴിഞ്ഞാൽ കണ്ണീരണിഞ്ഞുകൊണ്ട് നമ്മളോട് അവരുടെ ആത്മകഥങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്ന ധാരാളം പ്രായം ചെന്ന മനുഷ്യരെ കാണുവാൻ കഴിയും. മലയാള മനോരമയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരുന്നു. ആശാ സാഹിനി എന്ന് പറയുന്ന ബോംബെയിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന അന്തേരി സ്ട്രീറ്റിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ത്രീയാണവർ. മകൻ US ഏക മകനാ. അപ്പം അമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഫ്ലാറ്റൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ മകൻ US താമസിക്കുന്നു. ഇടയ്ക്ക് അമ്മയുമായി ബന്ധപ്പെടും. അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നതിൻ്റെ മുന്നോടിയായി വിളിച്ചപ്പോൾ അമ്മയുടെ റിപ്ലൈ ഒന്നും വരുന്നില്ല. ഏതായാലും മകൻ വന്ന് ഫ്ലാറ്റിൻ്റെ വാതിലിൽ മുട്ടിയപ്പോൾ വാതിൽ തുറക്കുന്നില്ല. കുത്തി തുറന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ച കസേരയിൽ അമ്മയുടെ അസ്ഥികൂടമാണ്. ഇതൊരു കഥയല്ല, നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു സംഭവത്തിൻ്റെ ഏടാണത്. ഇങ്ങനെ മാതാപിതാക്കൾ ബഹിഷ്കരിക്കപ്പെടുകയോ സ്നേഹരാഹിത്യത്തിന് വിധേയരായി തീരുകയോ പരിഗണന ലഭിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നിടത്ത് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? ഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ലോകരക്ഷിതാവായ സാക്ഷാൽ ആരാധ്യനായ പരമകാരുണികനായ ആ രക്ഷിതാവിനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, അത് ബാധ്യതയായി പറഞ്ഞു. മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടി നന്മ ചെയ്തുകൊണ്ട് സ്നേഹത്തോടുകൂടി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ അവരെ അങ്ങനെ വർത്തിച്ചുകൊണ്ട് ജീവിക്കുവാൻ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് അനിഷ്ടകരമായ ഒരു വാക്കുപോലും നീ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് പരസ്പരമുള്ള ഈ സ്നേഹത്തിൻ്റെ, ദലൈലാമ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ലവ് ആൻഡ് കമ്പാഷൻസ് ആർ ദ നെസസിറ്റീസ് നോട്ട് ലക്ഷറീസ് എന്നാണ്. സ്നേഹവും അതേപോലെ തന്നെ ആഴമേറിയ സ്നേഹവും, സാധാരണ സ്നേഹം നമ്മൾ ലവ് എന്ന് പറയും. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പതറ്റിക് ആയിട്ടുള്ള സ്നേഹമാണ്. നമുക്ക് അയാൾക്കുണ്ടാകുന്ന ഒരു വിഷമം നമ്മുടെ കൂടി വിഷമമായി നമുക്ക് തോന്നും. അങ്ങനെയുള്ള ആഴമേറിയ സ്നേഹബന്ധമാണ് കമ്പാഷൻ. ഇത് രണ്ടും അലങ്കാരങ്ങളല്ല, ജീവിതത്തിൻ്റെ അനിവാര്യതകളാണ്. വിതൗട്ട് ദം ഹ്യൂമാനിറ്റി കനോട്ട് സർവൈവ്. അതില്ലാതെ മാനവകുലത്തിന് നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ഭക്ഷണമില്ലാതെ നിലനിൽക്കാൻ സാധിക്കും ഒരു പക്ഷേ, പണമില്ലാതെ ഒരു പക്ഷേ ജീവിക്കാൻ സാധിക്കും, വിദ്യാഭ്യാസമില്ലാതെ സൗകര്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സ്നേഹരാഹിത്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. ഖലീൽ ജിബ്രാൻ പറഞ്ഞത് ലൈഫ് വിത്തൗട്ട് ലവ് ഈസ് ലൈക്ക് എ ട്രീ വിത്തൗട്ട് ബ്ലോസം ആൻഡ് ഫ്രൂട്ട് എന്നാണ്. പുഷ്പങ്ങളും കായ്ഫലങ്ങളും ഇല്ലാത്ത ഒരു മരത്തെപ്പോലെയാകുന്നു സ്നേഹമില്ലാത്ത ജീവിതം എന്നാണ്. ഈ സ്നേഹത്തിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ ആദ്യമായി തിരിച്ചു വരേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനറേഷൻ പലപ്പോഴും അനുഭവിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ. നമ്മുടെ ഈ പുതിയ തലമുറയെ കുറ്റം പറയുമല്ലോ. ന്യൂജൻ എന്ന് പറഞ്ഞാൽ ജനറേഷൻ സെഡ് എന്ന് പറയും, സി ജനറേഷൻ എന്നാ പറയുക, സെഡ് ജനറേഷൻ. ഇപ്പോൾ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 100 കൊല്ലം 50 കൊല്ലം ഒന്നുമല്ല, 5 കൊല്ലം കൊണ്ട് തലമുറ മാറും. അത്രമേൽ വേഗത്തിലാണ് ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും അതിനപ്പുറത്തുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മളുണ്ടാക്കിയ സിസ്റ്റത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവരല്ല കുറ്റക്കാർ. ആരായി സിസ്റ്റം ഉണ്ടാക്കിയത്? നമ്മൾ ഇവിടെയുള്ള ലിബറൽ ചിന്താഗതിയെക്കുറിച്ചും അതേപോലെ തന്നെ മയക്കുമരുന്നുകളുടെ ലോകത്തെക്കുറിച്ചും
ഈ സമൂഹത്തിന്റെ അപജയങ്ങളെക്കുറിച്ചും നേരത്തെ അഹമ്മദ് കുട്ടി മദനി സൂചിപ്പിച്ചതുപോലെ അന്ധകാര യുഗമെന്ന് വിശേഷിപ്പിച്ച പ്രവാചക നിയോഗത്തിന്റെ കാലഘട്ടത്തിൽ എന്തെല്ലാം തിന്മകളാണോ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, ആ തിന്മകളെല്ലാം അതിന്റെ പരമകാഷ്ഠയിൽ കൊടികുത്തി വാഴുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യം ഉണ്ടാക്കിയത് ന്യൂ ജനറേഷൻ അല്ല, നമ്മൾ മുതിർന്നവരാണ്. നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മുടെ പുതിയ തലമുറ. അതുകൊണ്ട് നമ്മളവരെ കുറ്റം പറയേണ്ടതില്ല. അവർക്കാവശ്യമായ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ നമ്മോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ കാണുന്ന അപജയങ്ങളെ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച്, അതേപോലെ തന്നെ സൗഹൃദ വലയങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ മക്കളെ, വളർന്നു വരുന്ന തലമുറയെ എല്ലാവിധ അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകുന്നൊരു കാലഘട്ടമാണ്. അത് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ പ്രതിസന്ധികൾ. ലിബറലിസം എന്ന് പറയുന്നത് തന്നെ പ്രത്യേകമായ നിയമങ്ങളൊന്നും ആവശ്യമില്ല, എല്ലാവരും സർവതന്ത്ര സ്വതന്ത്രരാണ്. മതം എന്ന് പറയുമ്പോൾ, പ്രവാചകചര്യ എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ അത് കൃത്യമായ നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത്. വ്യക്തിയായിരുന്നാലും കുടുംബമായിരുന്നാലും സമൂഹമായിരുന്നാലും വ്യക്തിബന്ധമായിരുന്നാലും രക്തബന്ധമായിരുന്നാലും അയൽപ്പക്ക ബന്ധമായിരുന്നാലും കച്ചവടമായിരുന്നാലും തൊഴിലായിരുന്നാലും ആരാധനാ കർമ്മങ്ങളായിരുന്നാലും സാമ്പത്തിക വിനിയോഗമായിരുന്നാലും എല്ലാത്തിലും നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് ഇസ്ലാം പറയുന്നു. എന്നാൽ അങ്ങനെ ഒരു നിയമവും ആവശ്യമില്ല എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ കാലഘട്ടത്താണ് നമ്മുടെ മക്കളും നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഗവൺമെന്റിന്റെ ചെലവിൽ ഔദ്യോഗിക സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടി പുരോഗമനവാദികളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ സഹായത്തോടുകൂടി നിരീശ്വരവാദികളുടെയും നിർമ്മതവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും നാസ്തികരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി അത് വരുന്ന നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വരുന്ന തലമുറ അതിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ പരിഹാരം? അങ്ങനെ അതിലേക്ക് നമ്മുടെ തലമുറ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മക്കളുണ്ടാകുമ്പോൾ കുടുംബാന്തരീക്ഷം അസ്വസ്ഥമാകുന്നു. ഇപ്പൊ പല കുടുംബങ്ങളിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത് 25 വയസ്സായി, 26 വയസ്സായി, 28ഉം 29ഒക്കെ വയസ്സായി പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വെച്ച ഒരു നിയമമുണ്ട്. ബഅത്ത് എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി തികവെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വിവാഹിതരാകണമെന്നും അത് മതത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണെന്നും പറഞ്ഞതിൽ നമ്മൾ മാറി ആ നിയമം അംഗീകരിക്കാതെ ഇൻഡിവിജ്വാലിസം എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതിയുടെ മറ്റൊരു രൂപമാണത്. എന്താ ഇൻഡിവിജ്വാലിസം എന്ന് പറഞ്ഞാൽ? അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. വ്യക്തി സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ താല്പര്യമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ. ഞാൻ എപ്പോൾ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾ പറയേണ്ടതില്ല, ഞാൻ പറയും. ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്ന്, ഞാൻ ഏത് ഭക്ഷണം കഴിക്കണമെന്ന്, ഞാൻ ഏതു രൂപത്തിൽ ജീവിക്കണമെന്ന്, ഞാൻ ആരുമായെല്ലാം സൗഹൃദം പങ്കിടണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുവാനോ എന്നെ തിരുത്തുവാനോ നിങ്ങൾക്ക് അധികാരമില്ല. ആ നിയമങ്ങളൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. ഐ ആം ആൻ ഇൻഡിവിജ്വൽ, ദീസ് ആർ ഓൾ മൈ ഇൻഡിവിജ്വൽ ഫ്രീഡം. ഇതെല്ലാം വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 18 വയസ്സായി, ഞാൻ വോട്ടറാണ്, എനിക്ക് പ്രായപൂർത്തിയായി, എന്നെ തിരുത്തുവാൻ നിങ്ങൾ ആരാണ്? വൈവാഹിക രംഗത്തൊക്കെ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ അനുവാദമോ അറിവോ പോലുമില്ലാതെ സ്വയം ഇഷ്ടപ്രകാരം ഇണകളായി ജീവിക്കുന്ന യുവതി യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഒരു പാർട്ടി ഓഫീസിൻ്റെ മൂലയിലോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചുകൊണ്ടോ ആരുടെയും അറിവോ സമ്മതവുമില്ലാതെ വിവാഹിതരാകുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം മുസ്ലിം കുടുംബങ്ങളിൽ പോലും അധികരിച്ചു വരുന്നു. എന്താ കാര്യം? ഇൻഡിവിജ്വാലിസമാണ്. ഇസ്ലാം പറഞ്ഞ ഒരു നിയമവും അവിടെ അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അങ്ങനെയുള്ള ഒരു വിവാഹം സാധുവാവുകയില്ല.
ചെറുപ്പക്കാരികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, ഈ ഭൂമുഖത്ത് നമ്മുടെ മാതാപിതാക്കളെപ്പോലെ നമ്മുടെ ഗുണകാംക്ഷികളായി ലോകത്ത് മറ്റാരുമില്ല. ഒരു പെൺകുട്ടിയെ ഒരു മാതാവ് കല്യാണം അന്വേഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കുന്നറിയോ? അവിടെ നമുക്ക് പ്രാസ്ഥാനികമായ ബന്ധമുള്ള ആരാ ഉള്ളത്, രാഷ്ട്രീയ ബന്ധമുള്ള ആരാ ഉള്ളത്, രക്തബന്ധുക്കളായി ആരാ ഉള്ളത്, ബന്ധുക്കൾ ആരെങ്കിലും ഉള്ളെങ്കിൽ പരിചയമുള്ളവരാരാ ഉള്ളത്, അങ്ങനെ നാനാഭാഗങ്ങളിൽ നിന്നും അന്വേഷിച്ച്, അടുക്കളയെക്കുറിച്ച് അന്വേഷിച്ച്, അമ്മായിമ്മയെക്കുറിച്ച് അന്വേഷിച്ച്, നാത്തൂന്മാരെക്കുറിച്ച് അന്വേഷിച്ച്, അവരുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും അന്വേഷിച്ച്, അവരുടെ ദീൻ അന്വേഷിച്ച്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തിയല്ലാതെ ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കള് ഒരു ആൺകുട്ടി കണ്ട് വിവാഹം കഴിച്ചു കൊടുക്കൂല. പിന്നെ എങ്ങനെ ഇറങ്ങിപ്പോകാൻ സാധിക്കുന്നു? അത് എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇൻഡിവിജ്വാലിസം നമ്മുടെ മക്കളുടെ മനസ്സിൽ സന്നിവേശിപ്പിച്ച ഈ ചിന്താഗതിയാണ്. ഇതേപോലെ തന്നെയാണ് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ലിബറൽ ചിന്താഗതിയുടെ മറ്റൊരു രൂപം. അതെന്താ? എനിക്ക് ആസ്വാദകരമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഇന്ന് ലോകം അങ്ങനെയാണ്. എനിക്ക് ആനന്ദം നൽകുന്ന, എനിക്ക് ആസ്വാദനം നൽകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരിക്കണം. ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. കുടുംബമെന്ന് പറയുന്ന സ്ഥാപനവും വ്യക്തി എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകവും മനോഹരമായി ജീവിക്കുകയും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 31-ാം അധ്യായം സൂറ ലുഖ്മാനിൽ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഉപദേശങ്ങൾ എന്തിനാ ഖുർആനിൽ ഇങ്ങനെ നിരത്തി കൊടുത്തത്? ലുഖ്മാൻ അലൈഹി സ്വലാം മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അണുമണി തൂക്കം, ഏറ്റവും ചെറിയൊരു കാര്യം, അത് ആകാശത്തിൽ എവിടെയായിരുന്നാലും ഭൂമിയിൽ എവിടെയായിരുന്നാലും പൊന്നുമകനെ അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. യാ ബുനയ്യ അഖ്മിസ്സലാ, പൊന്നുമകനെ നീ നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് നിർബന്ധമായ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന്. നമസ്കാരം നിലനിർത്തുന്നതോടുകൂടിയാണ് ഒരു മനുഷ്യൻ സ്വഭാവപരമായും അതേപോലെ തന്നെ സാംസ്കാരികമായും മതപരമായും എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്തുന്നവനായി മാറുന്നത്. അസ്വലാ, ഈ മേഖലയിൽ പോലും പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹം വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ എന്ന് പറയുന്ന സൂറ മാഊനിൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം എന്ന് പറഞ്ഞെടുത്ത് അമാനി മൗലവി അതിന് തഫ്സീർ എഴുതിയെടുത്ത് പറഞ്ഞു, അശ്രദ്ധ പല വിധത്തിലുണ്ട്. ഒന്ന്, നമസ്കാരം പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക. കൂടുതൽ ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ടോ എങ്കിൽ നിസ്കരിക്കുക, കൂടുതൽ ആളുകളൊന്നും നമസ്കരിക്കുന്നില്ലേ എങ്കിൽ നമസ്കാരം ഒഴിവാക്കുക. അതേപോലെ തന്നെ സമയനിഷ്ഠ പാലിക്കാതെ നമസ്കരിക്കുക, നമസ്കരിക്കുമ്പോൾ തന്നെ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, മറ്റുള്ള ചിന്തകളിൽ മുഴുകുക. ഇതൊക്കെ നമസ്കാരത്തിലെ അശ്രദ്ധയാണെന്ന്. നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ ആ കാര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും സമയമാകുമ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട് രക്ഷിതാക്കൾ ആലോചിക്കണം. നമസ്കാരമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ 1-ാമത്തെ വഹിയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തൂരിസീന പർവ്വതത്തിൽ ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ താഴ്വരയിലേക്ക് കടന്നു വരാൻ പറഞ്ഞിട്ട് ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ അനുസ്മരിക്കുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, എല്ലാവരും സൗകര്യം പോലെ വശങ്ങളിലേക്ക് മാറി നിന്നാൽ മതി. നമസ്കാരം നിലനിർത്തുക എന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി പറഞ്ഞു. ഈ നമസ്കാരത്തിൽ തുടങ്ങി സ്വഭാവ വിശുദ്ധിയുടെ എല്ലാ മേഖലകളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയനുസരിച്ച് മുന്നോട്ട് പോകുവാൻ
നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മനോഹരമായി തീരുകയും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നമുക്ക് നിത്യമായ മുക്തിയിലേക്ക് നീങ്ങുവാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മതമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും പ്രയോക്താക്കളായി, വാഹകരായി, പ്രചാരകരായി, പ്രബോധകരായി മാതൃകാധന്യമായി ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.